സൂറത്തുൽ അൻആമിലെ ആ ആയത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടൊന്ന് കേട്ടാൽ നന്നായിരിക്കും. പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ പഠിപ്പിച്ചു തന്ന ആശയാദർശങ്ങളെ ഏതു തരത്തിലും ആർക്കും അതിൻ്റെ ആശയത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ദുർവ്യാഖ്യാനിക്കാനും അതിന് തെറ്റായ അർത്ഥകൽപ്പന നൽകി സമൂഹത്തെ വഴിപിഴപ്പിക്കാനും ഒരു തരത്തിലും ഒരു വിശ്വാസി വഴിവെക്കുകയില്ലെന്ന് മാത്രമല്ല, അത്തരം ഏതെങ്കിലും ഇടപെടലുകൾ നടന്നാൽ അതിനെതിരെ ശക്തമായി പോരാടുക തന്നെ ചെയ്യും എന്ന നിലയിൽ നമ്മുടെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ ഒരു പരിപാടിയിലാണ് നാം സംബന്ധിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില സംഗതികളുണ്ട്. ഒന്ന്, ഭൂമി ലോകത്ത് നാളിതുവരെ കടന്നുപോയ ഇസ്ലാമിക സമൂഹം മുന്നോട്ട് വെക്കാത്ത, ഒരു തരത്തിലും മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കാത്ത ഒരു പുതിയ വാദം സമൂഹത്തിലേക്ക് ഒരു സംഘം ആളുകൾ കടത്തിക്കൊണ്ടുവന്ന വാദം എന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്തു ശിർക്കായതുമുണ്ട്, അതിനാൽ എല്ലാം ഹറാമാകുന്നു. അതായത് ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ജിന്നുകളോട് അഥവാ ഭൂതഗണങ്ങളോട് നടത്തുന്ന സഹായതേട്ടത്തിൽ ശിർക്കായതും ശിർക്കാകാത്തതുമായ സഹായതേട്ടങ്ങളുണ്ട് എന്ന ഒരു വാദം സമൂഹമധ്യത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഏതൊരു കാലഘട്ടത്തിലും ഏത് തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാലും ആ അഭിപ്രായ ഭിന്നതകൾ നമ്മൾ മടക്കേണ്ടത് വിശുദ്ധ ഖുർആന്റെ കൽപ്പന പ്രകാരം ഫർദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ്. അപ്പം ഏതു തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ കടന്നു വന്നാലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കി പരിഹാരം കാണാൻ ഉള്ള സംവിധാനം അള്ളാഹു ലോകാവസാനം വരെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് നൽകിയ സൗകര്യമാണ്. ഇസ്ലാമിൻ്റെ സവിശേഷതയും അതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മുൻകാല വേദഗ്രന്ഥങ്ങളെപ്പോലെയല്ല നിലനിൽക്കുന്നത്. മുൻകാല വേദഗ്രന്ഥങ്ങൾ തൗറാത്താകട്ടെ, ഇഞ്ചീലാകട്ടെ, സബൂറാകട്ടെ, ഇതൊക്കെ കഴിഞ്ഞകാല സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥമായി നൽകിയതാണ്. അല്ലാഹു വഹയായി അവതരിപ്പിച്ചു കൊടുത്തതാണ്. ഈ വഹയായി അവതരിപ്പിച്ചു സമൂഹത്തിന് നൽകിയ മുൻകാല വേദഗ്രന്ഥങ്ങൾക്ക് സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, അതത് കാലഘട്ടത്തിലെ പണ്ഡിത പുരോഹിതന്മാർ അതിനെ കേടുവരുത്തി, അവർ കൈകടത്തി. യക്തുബൂനൽ കിതാബ ബി ഐദീഹിം എന്നാണ് ഖുർആൻ പറഞ്ഞത്. വേദഗ്രന്ഥങ്ങൾ അവരുടെ കൈയെഴുത്തുകൾ കൊണ്ട് മലിനമാക്കി. അഥവാ അക്കാലഘട്ടത്തിലെ തൗറാത്തിലെയും ഇഞ്ചീലിലെയും സബൂറിലെയും ആശയങ്ങളെ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുരോഹിതന്മാരുടെ കള്ള കൈയെഴുത്തുകോലുകൾ കൊണ്ട് വികൃതമാക്കി. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചപ്പോൾ ഒരു പുരോഹിതന്റെ കയ്യിലും ഖുർആനെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചില്ല. നേരെ മറിച്ച് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആണ് ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. ഈ ഖുർആന്റെ വാഗ്ദാനം ഉള്ളതുകൊണ്ട് തന്നെ നാളിതുവരെ നിരവധി സംഘങ്ങൾ, പിഴച്ച വാദങ്ങൾ, കക്ഷികൾ, വ്യത്യസ്തങ്ങളായ ചിന്താപ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിക സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആർക്കും ഖുർആനിൽ കൈകടത്താനോ ഖുർആനിൻ്റെ ആശയതലങ്ങളെ തെറ്റായ അർത്ഥത്തിലേക്ക് വിശദീകരിച്ച് സമർത്ഥിക്കുവാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം മുസ്ലിം ഉമ്മത്ത്
ശക്തമായി അതിൽ ഇടപെട്ടു പോരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൽ 2012 കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഈ ജിന്നുകളോടുള്ള സഹായ തീട്ടത്തിൽ ശിർക്കായതും ശിർക്കാകാത്തതുമുണ്ട് എന്ന വാദം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും മുസ്ലിം ഉമ്മത്ത് ഈ വാദം ഉന്നയിച്ച ആളുകളോട് ചോദിച്ചു, ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ, തുബൂത്താകണമെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ പറഞ്ഞതുകൊണ്ടോ ഒരു പണ്ഡിതൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സുനഹദോസ് കൂടിയിട്ട് ഉണ്ടാക്കുന്നതോ ആയ നിയമങ്ങൾ ഇസ്ലാമിൽ പാസ്സാകില്ല. ഖുർആനിൽ ഒരു കാര്യമുണ്ടോ മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കും. സ്വഹീഹായ ഹദീസിന്റെ പ്രമാണം, ആ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണോ മുസ്ലിം ഉമ്മത്ത് സമിഅ്നാ വ അത്അനാ, നമ്മൾ കേൾക്കും അനുസരിക്കും. അതുകൊണ്ട് തന്നെ പ്രമാണബദ്ധമായ നിലയിൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് ഒരു കാര്യം എന്നുള്ളത് കൊണ്ട് ജിന്നുകളോടുള്ള സഹായ തേട്ടത്തിൽ ശിർക്കായതുമുണ്ട് ശിർക്കാകാത്തതുമുണ്ട് എന്ന വാദത്തിന് ഏതെങ്കിലും ഒരു ആയത്ത് ഉദ്ധരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാം, നേരത്തെ ഇവിടെ വായിച്ച ഉയർത്തിക്കാട്ടിയ പുസ്തകം കോഴിച്ചേന പത്തപ്പിരിയും നന്ദി സംവാദങ്ങളുടെ എന്ന പുസ്തകത്തിൻ്റെ 30-ാമത്തെ പേജിൽ വിശദീകരിച്ച പ്രകാരമുള്ള ആ വാദം വിശദീകരിക്കുവാൻ വിശുദ്ധ ഖുർആൻ ഒരു ആയത്താണ് ദുർവ്യാഖ്യാനിച്ചത്. ആ ആയത്താണ് സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ എന്താ ഉള്ളതെന്നാണ് ഒന്നാമത്തെ ചോദ്യമായി സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. ആയത്തിലുള്ളത് വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദ് വബലഗ്നാ അജലന അല്ലദീ അജ്ജൽത ലനാ ഖാല അന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ് ഇന്ന റബ്ബക ഹകീമുൻ അലീം. വയൗമ യഹ്ശുറുഹും ജമീഅ, അല്ലാഹു സർവ്വതിനെയും എന്ന് പറഞ്ഞാൽ സർവ്വ പടപ്പുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഹാജരാക്കും. അവിടെ മനുഷ്യരുണ്ടാകും, ജിന്നുകളുണ്ടാകും, മലക്കുകളുണ്ടാകും, ഇഴജന്തുക്കളുണ്ടാകും, നാൽക്കാലികളുണ്ടാകും. അങ്ങനെ സർവ്വതും നാളെ ആഖിറത്തിൽ വരും. അതാണ് വയൗമ യഹ്ശുറുഹും ജമീഅ. മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് റബ്ബ് ചോദിക്കും ആരോട്? യാ മഅശറൽ ജിന്നി, ജിന്നുകളോടാ ചോദിക്കുന്നത്. കാര്യം ജിന്നുകളും അവിടെ ഉണ്ട്, ആഖിറത്തിൽ വന്നിട്ടുണ്ട് വിചാരണയ്ക്ക് വേണ്ടി. അതുകൊണ്ട് റബ്ബ് അവരോട് ചോദിക്കുകയാണ്, യാ മഅശറൽ ജിന്ന്, ജിന്നുകളെ, ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, നിങ്ങൾ ഒരുപാട് നല്ല മനുഷ്യരെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ ജിന്നുകളെ. കാര്യം മനുഷ്യനോട് ജന്മശത്രുക്കളാണ് ജിന്ന് വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ മനുഷ്യരെ പിഴപ്പിച്ച് നരകത്തിലെത്തിക്കുക എന്ന വലിയൊരു വർക്ക് നടത്തുന്ന ആളുകളാണ് ജിന്നുകളിലെ പിഴച്ച വർഗങ്ങൾ, കാഫറുകൾ. അതുകൊണ്ട് റബ്ബ് ചോദിക്കുകയാണ്, ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, നല്ല കുറേ മനുഷ്യരെ നിങ്ങൾ വഴിപിഴപ്പിച്ചല്ലോ, ബഹുഭൂരിപക്ഷത്തെയും നിങ്ങൾ പിഴപ്പിച്ചു ദയാലത്തിലാക്കി കളഞ്ഞല്ലോ എന്ന് ജിന്നുകളോട് അവിടെ വെച്ച് ചോദിക്കുമ്പോൾ ജിന്നുകൾ നിശബ്ദരായി നിൽക്കുകയാണ്. ആ ചോദ്യത്തിന് ജിന്നുകൾ മറുപടി പറയുന്നില്ല. ആ സന്ദർഭത്തിൽ ഖുർആൻ പറയാണ്, വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്. അപ്പൊ ജിന്ന് വർഗങ്ങളോട് ഇണക്കമുണ്ടായിരുന്ന അവരെ മിത്രങ്ങളാക്കിയ മനുഷ്യർ അവിടെ വെച്ച് റബ്ബിനോട് മറുപടി പറയുന്നു. അപ്പോൾ ജിന്നുകൾ നിശബ്ദരായി നിൽക്കുന്നു, മനുഷ്യർ അവിടെ വെച്ച് റബ്ബിനോട് മറുപടി പറയുന്നു. ജിന്നുകളുമായി ഇണക്കമുണ്ടാക്കിയ അഥവാ ജിന്നുകളുമായി ഇടപെട്ട് ജീവിച്ച ജിന്നുകളെ മിത്രങ്ങളാക്കിയ മനുഷ്യർ അവിടെ വെച്ചുകൊണ്ട് പറയുന്നത്, റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗ്നാ അജലന അല്ലദീ അജ്ജൽത ലനാ. അല്ലാഹുവേ, ഞങ്ങൾ പരസ്പരം ഇസ്തിംതാ ചെയ്തു എന്ന് പറഞ്ഞാൽ ജിന്നുകളെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ പൈശാചികമായ ഇടപെടലുകൾ നടത്തി എല്ലാ തരത്തിലുമുള്ള വലാലത്തിലും അകപ്പെട്ട്, പ്രത്യേകിച്ച് സിഹ്ർ കഹാനത്ത് പോലെ, ജ്യോത്സ്യം പോലെ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള മാരണങ്ങൾ പോലെയുള്ള ഇടപെടലുകളൊക്കെ നടത്തി ഞങ്ങൾ അങ്ങനെ പരസ്പര പൂരകങ്ങളായി സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിച്ച് വലാലത്തിൽ കഴിഞ്ഞു. എത്രത്തോളം? വബലഗ്നാ അജലനല്ലദീ അജ്ജൽത ലനാ, ഞങ്ങൾ മരിക്കുന്നതുവരെ ഞങ്ങൾ അങ്ങനെ ആ അവസ്ഥയിൽ തന്നെ മരിച്ചുപോയി. ഇതിനിടയിൽ ഇസ്ലാം പഠിക്കാനോ ഖുർആൻ പഠിക്കാനോ ഹദീത്ത് പഠിക്കാനോ ദീൻ ഉൾക്കൊള്ളാനോ വലാലത്തിൽ നിന്ന് തൗബ ചെയ്ത് നേരിൻ്റെ വഴിയിലേക്ക് വരാനോ ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ മരിക്കുന്നതുവരെ ആ വലാലത്തിൽ ജീവിച്ചു വന്നതാണ് എന്ന് നാളെ ആഖിറത്തിൽ റബ്ബിൻ്റെ ചോദ്യത്തിന് മനുഷ്യർ ഈ രൂപത്തിൽ മറുപടി പറയുമ്പോൾ അള്ളാഹു അവിടെ ആ വേളയിൽ അവൻ്റെ ജഡ്ജ്മെൻ്റ്, അവൻ്റെ തീരുമാനം പ്രഖ്യാപിക്കും. എന്താണത്?
ഖാല അന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ്. നരകമാണ് നിങ്ങളുടെ സങ്കേതം, നിങ്ങൾ നരകത്തിലേക്കുള്ളവരാണ്, നിങ്ങൾ നരകത്തിൽ ശാശ്വതരാണ്. ഇല്ലാ മാ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച അവസ്ഥയൊഴികെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ച കാലമൊഴികെ എന്നാണ് അതിന് ആഖിറവുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ട വിശദീകരണം. അപ്പോൾ ആ കാലയളവ് ഒഴികെയുള്ള മുഴുവൻ കാലവും നിങ്ങൾ നരകത്തിൽ തന്നെയാണ് എന്നവരോട് ആ റബ്ബ് പറയും. ഇന്ന റബ്ബക ഹക്കീമുൻ അലീം, നിന്റെ രക്ഷിതാവ് യുക്തിമാനാണ്, അവനെല്ലാം നന്നായി അറിയുന്നവനാണ് എന്നാണ് സൂറത്തുൽ അൻആമിലെ 168 ആയത്തിലുള്ളത്. ഈ ആയത്താണ് ജിന്നുകളോട്, മനുഷ്യനെ സംബന്ധിച്ച് അത് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യർ നടത്തുന്ന സഹായതേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്നതിന് തെളിവ് ധരിച്ചത്. സാധാരണ പറയുന്നത് നായ വീട് വലിച്ചതുപോലെ എന്ന്, പുക ഒരു വഴിക്ക് വേറൊന്നും ഒരു വഴിക്ക് ആക്കോലത്തിലാണ്. ഇവിടെയാണ് ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് ഈ വാദത്തിന് തെളിവ് ധരിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ എവിടെയാണ് ഈ വാദമുള്ളത്? അതാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ഒരായത്തോതുക, എന്നിട്ട് തൻ്റെ വാദം പറയുക, ആ തെളിവും വാദവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതിരിക്കുക, ഈ രൂപത്തിൽ അതിനെ ദുർവ്യാഖ്യാനിച്ച് ഈ ആശയത്തെ സമർത്ഥിക്കുക. അത് നടക്കുമ്പോൾ നമ്മളെല്ലാവരും മൗനിയായിരുന്നാൽ, നമ്മളതൊന്നും കണ്ടില്ല കേട്ടില്ല, അവരായി അവരുടെ പാടായി അവരതുമായി പോകട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. ഇസ്ലാമിക ലോകത്ത് ഒരു സമയത്ത് ഒരു വാദമുണ്ടാവുകയും ആ വാദത്തോട് മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം മൗനിയായിരിക്കുകയും ചെയ്താൽ സുക്കൂത്തിയായി ഇജ്മാ അവിടെ സ്ഥിരപ്പെടുമെന്നാണ്. സുക്കൂത്തിയായി ഇജ്മാ, കാര്യം ആരും അതിനോട് പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ വാദമുണ്ടായിട്ട് ആരും അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മൗനം സമ്മതം എന്ന ഒരു ആശയം അതിൽ നിന്ന് ഉടലെടുക്കുകയും സുക്കൂത്തിയായി ഇജ്മാ അവിടെ സ്ഥിരപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ സുക്കൂത്തിയായി ഇജ്മാ ആയി കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ആധികാരികമായി പോസ്റ്റർ അടിച്ചിറക്കി സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞിട്ട് കൃത്യമായി പറയുന്നു, വിസ്റ്റം ജിന്നി വിഭാഗം ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചതാണ്. ഇങ്ങനെ ഈ ആശയം, അവരുടെ ഈ വാദം അള്ളാഹുവിൻ്റെ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 128 ആയത്തിലെന്നല്ല, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസിന്റെ അവസാനത്തെ അക്ഷരം വരെ ഒരിടത്ത് പോലും ഈ പിഴച്ച വാദം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് മുജാഹിദ് പ്രസ്ഥാനം ആധികാരികമായി പറഞ്ഞു പോകേണ്ട ബാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, പരസ്യമായി നമ്മൾ ഈ ഒരു വേദി ഒരുക്കി അങ്ങനൊരു ആശയം ഖുർആനിലുണ്ട് എങ്കിൽ അത് സമർത്ഥിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. സൂറത്തുൽ അൻആമിലെ 128 ആയത്തിൽ അങ്ങനെ ഒരു ആശയം അള്ളാഹു പറഞ്ഞിട്ടില്ല, അഹ്ലുസുന്ന പറഞ്ഞിട്ടില്ല, സലഫി ഇമാമിയങ്ങൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നാളിതുവരെയുള്ള മുസ്ലിം ഉമ്മത്തിലെ ഒരാളും ഈ വാദം ഉന്നയിച്ച് ഈ ആയത്ത് തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ദുർവ്യാഖ്യാനിച്ച വകയിൽ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ കൈകടത്തിയ വകയിൽ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അതിലെ ഓരോ അംഗങ്ങളും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.